ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചില്ലറ മേക്കിംഗ് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. എൻ്റെ നമ്മളെ ഇയറിങ്സിൻ്റെ സ്റ്റഡ് അതുപോലത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ ചോദിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓർഡർ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അതായത് ഏപ്രിൽ 20 ശേഷം ഇനി ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്ന ദിവസം ഓർഡർ എടുക്കും, പക്ഷേ ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കി വരുമ്പോഴത്തേക്കും ടൈം എടുക്കും. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ഓരോ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓർഡർ ഞാൻ എടുത്ത് 20 ശേഷം ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓർഡർ എടുക്കാൻ ഞാൻ എടുക്കും, പക്ഷേ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 20 ശേഷം പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് നമുക്ക് 12 mm ബീഡ്സാണ് കേട്ടോ. അതായത് 12 mm ബീഡ്സാണ്. ഇത് ഇത്രയും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഒരു സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ഒരു സ്ട്രിങ്ങിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതാ, ഒരു സ്ട്രിങ്ങിൽ ഇത്ര ഉണ്ടാവും. നമുക്കൊരു ചെറിയ മാലൊക്കെ ചെയ്യാണ്ടാവില്ല, അതിൽ എത്ര വലിപ്പം ഉണ്ടാവും കേട്ടോ. അത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, അത് അത്രയും വരുന്നുണ്ട്. 25 ബീഡ്സിൽ കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. എത്ര ബീഡ്സാന്ന് എണ്ണി നോക്കട്ടെ. 40ഓളം ബീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 40ഓളം ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഈ ബീഡ്സ് ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങിന് 35 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് നല്ല റേറ്റ് വരുന്നുണ്ട്, 35 രൂപയാണ് ഇതിന് ഒരു സ്ട്രിങ്ങിന് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ബീഡ്സിൽ 5 mm ഒരു ബീഡ്സാണ് കേട്ടോ. ഇതും സ്ട്രിങ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. 5 mm ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതൊരു സ്ട്രിങ്ങിന് 15 രൂപയാണ്. ഇത് 5 mm ആണ്. ഇതിൻ്റെ തന്നെ വലുതുണ്ട് കേട്ടോ, 8 mm ഉണ്ട്. അതിന് കുറച്ച് റേറ്റ് കൂടും. കണ്ടോ, നല്ല ക്വാളിറ്റിയിലെ ബീഡ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ രണ്ടും കാണിച്ചു തരാം. കണ്ടോ, ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റിയിലെ ബീഡ്സ് തന്നെയാണ്. ഒരു സ്ട്രിങ്ങിന് 15 രൂപ, മനസ്സിലായോ. പിന്നെ വന്നിട്ടുള്ളത് ഐപ്പിന്നും ഹെഡ് പിന്നുകളൊക്കെയാണ് കേട്ടോ. ഇതാണ് ഹെഡ് ഐപ്പിന്നൊക്കെ എന്തൊക്കെ ഗ്രാമളവിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഗ്രാമളവിലാണ് കൊടുക്കുക. ഇത് 10 ഗ്രാമിന് 15, 20 ആ റേറ്റിലാണ്ട്. അങ്ങനത്തെ റേറ്റ് ആയിരിക്കും. ഞാൻ എത്ര റേറ്റ് നോക്കിയിട്ടില്ല, കാരണം എനിക്ക് റേറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ റേറ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഗ്രാമളവിലാണ്ടാവുക. ഞാൻ ഇതിൻ്റെയൊക്കെ ഗ്രാമളവ് ഞാൻ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നാക്കം പോലെ ഉൾപ്പെടുത്താൻ കരുതിയിട്ട്. അതിനിപ്പോൾ ഏതായാലും ഓർഡർ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെഡ് പിന്നും ഐപ്പിന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, നമ്മൾ കമ്മലിൻ്റെ സ്റ്റഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഗോൾഡിൻ്റെതും സിൽവറിൻ്റെതും സ്റ്റഡ് ഉണ്ട്. സ്റ്റഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗോൾഡും സിൽവറാണ്. ഇതും ഗ്രാമളവാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അതിൻ്റെ തന്നെ നമുക്ക് ബാക്കിൽ റബ്ബർ വെക്കുമല്ലോ, ഇതിങ്ങനെ ഇതാക്കാനല്ലോ, എന്താ പറയുക, ചങ്കീരിന്നോ എന്തൊക്കെ പറയുമല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ അതിൽ കൊടുക്കാം, കാറ്റലോഗിൽ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ പീസ് അല്ലെങ്കിൽ കുറഞ്ഞ പീസ് അങ്ങനെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ. ഗ്രാമളവാണോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ ഇയറിങ്സിൽ തന്നെ ഇത് സ്മോളാണ് കേട്ടോ. അത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റുന്നത്, 10 വയസ്സിലൊക്കെ യൂസാക്കാൻ പറ്റുന്ന അങ്ങനത്താണ് അത് വരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ബിഗ് ഉണ്ട് കേട്ടോ. ബിഗിന് 10 രൂപയാണ് വരുന്നത്. ഇത് മീഡിയം സൈസാണ് വരുന്നത് കേട്ടോ. അത് സ്മാളാണ്. സ്മാളിന് പെയറായിട്ട് 5 രൂപ, ഇത് പെയറായിട്ട് 8 രൂപ ആ റേറ്റാണ് കേട്ടോ. പെയറായിട്ട് എടുക്കുക. ഇതൊക്കെ ഗോൾഡ് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ പീസ് റേറ്റാണ് റേറ്റ് വരുന്നത്. പീസ് പറഞ്ഞാൽ പെയർ തന്നെയാണ് കേട്ടോ. ഇത് സ്മാളിന് പെയറിന് 5 രൂപ, ഇത് മീഡിയത്തിന് പെയറിന് 8 രൂപ. പിന്നെ ബിഗ് ഉണ്ട്, അതിൻ്റെ അടുത്ത് അവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അത് പെയറിന് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഐപ്പിന് സിൽവറും ഉണ്ട് കേട്ടോ. ആദ്യം നേരത്തെ ഗോൾഡ് നമ്മൾ കാണിക്കുന്നത്, ഇത് സിൽവറും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പാക്കറ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതാണ് എത്ര ഗ്രാമാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പാക്കറ്റായിട്ടാണ് 3 പാക്കറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ 8 mm പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് 8 അല്ല, ഇത് 6 ആണ് കേട്ടോ. 6 7 ഒക്കെയാണ്. നമ്മൾ മറ്റതിനെക്കാട്ടിലും നേരത്തെ കാണിക്കുന്നില്ല, അത് 5 ആണ്. ഇത് 6 ആണ് കേട്ടോ. ഇതിനെക്കാട്ടിലും ഒന്നുകൂടി ഗ്ലേസിങ്ങും നല്ല ഫിനിഷിങ്ങും ഉള്ളൊരു ഇതാണ്. ഇതിന് റേറ്റും ഉണ്ട് കേട്ടോ. ഇതൊരു സ്ട്രിങ്ങിന്, അതായത് ഇങ്ങനത്തെ ഒരു മാല വരുന്നത്, ഈ ഒരു മാലയ്ക്ക് 40 രൂപ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയും ക്വാളിറ്റിയുള്ള ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഇത് വരുന്നുണ്ട്.
ഒരു സ്ട്രിങ്ങിന് 40 രൂപയാണ്. പക്ഷേ ഞാൻ 8mm കരുതി. 8mm അല്ല കേട്ടോ അത് ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ. മറ്റതിനേക്കാളും എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഉണ്ട്, കാരണം ഡബിൾ പോളിഷ്ഡ് വരുന്നതാണ്. അതാണ് ഇതിന് റേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്റ്റോക്കാണ്, കുറച്ച് സ്റ്റോക്ക്. ഇതേ ഒരു 9 പീസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 9 പീസ് ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്ട്രിങ്ങിന് 40 രൂപ. പിന്നെ വന്നിട്ടുള്ളതാണ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് ലോക്കറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റലിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ. എന്താ കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ലോക്കറ്റ്. അതുപോലെ ഈ ഫ്ലവർ ടൈപ്പിൽ ഇങ്ങനത്തെ ഒരു ലോക്കറ്റ്. പിന്നെ ഇത് ഫ്ലവറും പിന്നെ ഒരു ലീഫും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് പേഴ്സ് രൂപത്തിൽ വരുന്നതാണ് കേട്ടോ. ഇതൊരു പേഴ്സ് രൂപത്തിൽ വരുന്നത്. പിന്നെ ഇതൊരു സ്റ്റോണും ഇങ്ങനെ വൈറ്റിലൊന്ന് കൂടിയിട്ടുള്ളത്. പിന്നെ ഒരു ബട്ടർഫ്ലൈ കേട്ടോ, ഈ ടൈപ്പ് ബട്ടർഫ്ലൈ. അതൊക്കെ പീസ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു പീസിന് 15 രൂപയാണ് കേട്ടോ. ഇതിൽ ഏതെടുത്താലും പീസിന് 15 രൂപയാണ് ഒരു പീസിനാണ് കേട്ടോ. ഇനി നിങ്ങൾ കൂടുതൽ പീസ് എടുത്താൽ റേറ്റ് കുറയും ചോദിക്കേണ്ട. ഇത് എത്ര പീസ് എടുത്താലും ഈ റേറ്റ് വരുന്നത്, നല്ല റേറ്റ് വരുന്നുണ്ട് ഈ സാധനത്തിന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തർ ചോദിക്കും, ഇപ്പോൾ ചോദിച്ചിട്ട് പോകും. നമ്മൾ ഇറക്കുമ്പം പിന്നെ അവർക്ക് അവർ ആ പൊടി പോലും കാണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കാമെന്ന് കരുതി. എന്തില്ലെങ്കിലും എനിക്ക് തന്നെ ഇത് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ട് സെയിലാക്കാമല്ലോ. അതങ്ങനെ കേടൊന്നും വരാത്ത സാധനങ്ങളാണ്. മെറ്റലാണ് കേട്ടോ, മെറ്റൽ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ്. ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കാറ്റലോഗിൽ നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ എനിക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റില്ല. 20 ക്യാഷ് ഇനി നമുക്ക് അയച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് 6 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2 ഫ്ലവറും ഒരു ബട്ടർഫ്ലൈയും പിന്നെ ഒരു പേഴ്സ് പോലത്തെ ഇത് കേട്ടോ. 6 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, പാലക്കാ സെറ്റ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ചില മക്കൾക്ക് നമുക്ക് പാലക്കാ സെറ്റ്, അതായത് പാലക്കാ മാല സെറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതുപോലെ ഇത് വലിയവർക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ മക്കളുണ്ടാവും, അതായത് 10 വയസ്സായും 8 വയസ്സായ മക്കൾക്കൊക്കെ നമുക്ക് എന്താ ചെയ്യാൽ, ഇങ്ങനെ 2, 3, 4 പീസ് ഇതുപോലെ ഇങ്ങനെ 3 പീസൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കരിമണിമാലയുടെ സെൻട്രലായിട്ട് ലോക്കറ്റായിട്ട് അങ്ങനെയും കൊടുക്കാം. എങ്ങനെ യൂസ് ആക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ലോക്കറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. കരിമണിമാലയുടെ ഒരു ലോക്കറ്റായിട്ട് അങ്ങനെയും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് 2 കളറേ ഉള്ളൂ കേട്ടോ, ബ്ലാക്ക് ഒന്നുമില്ല. ഇങ്ങനത്തെ 2 കളറേ ഉള്ളൂ, മെറൂണും പച്ചയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ സാധനത്തിന് നല്ല റേറ്റ് വരുന്നുണ്ട്. അതായത് ഒരു പീസിന് 10 രൂപയാണ് വരുന്നത് കേട്ടോ. ഇതൊരു പീസിന് 10 രൂപ വരുന്നുണ്ട്. ലോക്കറ്റായിട്ട് എടുക്കാനില്ലല്ലോ, ഒരു പീസിന് 10 രൂപ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ പാലക്കാ സെറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഓർമ്മല്ല. ഇത് ഞാൻ ഇത് ഈ ഇതുണ്ടാവുമല്ലോ കുങ്കുരു, അത് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് സെറ്റാക്കി. ഇനി ഇത് എന്താ പറയുക, ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെ സെറ്റാക്കുന്നൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരാഴ്ചനുള്ളിൽ എന്തായാലും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള നമ്മളെ ഗോൾഡൻ ബോൾ ചെയിനാണ്. ഇതിപ്പോൾ കരിമണിയുടെ സെറ്റ് ഉണ്ടാക്കിയപ്പോൾ കുറേ എനിക്ക് ഷോർട്ട് വന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം പാക്കറ്റ് ഇറക്കിയിട്ടുണ്ട്. അധികം വെച്ചാൽ 15 പാക്കറ്റോളം കേട്ടോ. അത്രയും കുറച്ച് ഒരു 8 ഓർഡറൊക്കെ കരിമണിയുടെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കരിമണിയുടെ ഇതിൻ്റെ സെറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയാമായിരിക്കും, 75 രൂപ വരുന്നത് കേട്ടോ. ഒരു പീസിന് 75 രൂപയാണ് വരുന്നത്. ഇങ്ങനത്തെ ഇത് ഇത്ര റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. കാരണം ഇത് അത്രയും ഞാൻ റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടുന്നതിന് 10 രൂപയ്ക്ക് എക്സ്ട്രാ ആഡ് ആക്കിയിട്ടുള്ളൂ. ഇത് നല്ല റേറ്റ് വരുന്ന സാധനമാണ് കേട്ടോ. അത് ഇപ്പോൾ എനിക്ക് ഇത്ര രൂപയ്ക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആ റേറ്റിൽ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടും കേട്ടോ. കാരണം എനിക്ക് അവർ തരുന്ന റേറ്റിനനുസരിച്ചാണ് ഞാൻ തരുന്നത്. ഇനി അവർ റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂട്ടേണ്ടി വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് വേണമെന്നുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മേക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. കുറേ മേക്കിംഗ് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.